എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഏകദേശം ഒരു ദിവസം 12 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ നിന്ന് ഉയരുന്ന വചനങ്ങൾ കേൾക്കുന്നുണ്ട്. 12 ലക്ഷത്തിലധികം. അത് കാണുന്നത് 5 ലക്ഷത്തിലധികം ആണെങ്കിലും ഒരു വീട്ടിൽ 4-3 പേര് കാണുമ്പോൾ 3-4-12 അല്ലെങ്കിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ദൈവകൃപയിൽ അത് കാണുന്നുണ്ട്. അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അത് അനേകരുടെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവമുണ്ട്. ഒത്തിരി പേര് ഈ പ്രാർത്ഥനയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ദൈവകൃപയിൽ സ്വീകരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും ഇടത്തരക്കാരും എല്ലാവരും, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ വചനത്തെ സ്വീകരിക്കുന്നുണ്ട്. ആരെയും മതം മാറ്റാനല്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടാൻ അത് കാരണമാകും. മതം മാറ്റുക നമ്മുടെ ലക്ഷ്യമല്ല, പക്ഷെ അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒരാളെയും മതം മാറ്റുകയോ ഒന്നും ലക്ഷ്യമോ പ്രാധാന്യമോ അല്ല. നിങ്ങളായിരിക്കുന്നിടത്തായിരിക്കുക. പക്ഷേ ഈ വചനം നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ മനസ്സിനെ ചിലപ്പോൾ വല്ലാതെ മാറ്റിക്കളയും. മനസ്സിലത് സന്തോഷം തരും, പ്രത്യാശ തരും, സമാധാനം തരും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരു വചനം വായിച്ചിട്ട് അത് പ്രസംഗിക്കാം. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം ഇങ്ങനെ എഴുതി: ഓരോന്നിനും ഉണ്ട് ഒരു സമയം. എല്ലാവരും അത് ഓർത്തെ, ഓരോന്നിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യം വായിക്കുക. ആദ്യം വായിച്ചേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അടുത്തത്, ആകാശത്തിന് താഴെ സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ദൈവം എല്ലാവർക്കും ഒരു സമയം തരും, രക്ഷപ്പെടാൻ അവസരവും തരും. സമയം തരും, അവസരം. ആ സമയത്ത് പ്രയോജനപ്പെടുത്തുന്നോൻ കയറി രക്ഷപ്പെടും. ദൈവം തരുന്ന സമയം ഉഴപ്പി നടന്നാൽ പിടികിട്ടൂല. ദൈവം തരുന്ന സമയം ദൈവത്തെ മറന്നു ജീവിച്ചാൽ ആ അവസരം ആ വ്യക്തിക്ക് ഗുണമാകത്തില്ല. അയാളിലുള്ള ഭാഗ്യം മങ്ങിപ്പോയതിന് ശേഷമേ തിരിച്ചറിയത്തുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്നവന്റെ ഉള്ളിൽ ദൈവമിട്ടിരിക്കുന്ന ഭാഗ്യം തെളിഞ്ഞു തെളിഞ്ഞു വരും. അതവന്റെ ജീവിതത്തെ മനോഹരമാക്കും. ദൈവത്തെ മറന്ന്, പ്രാർത്ഥനയെ മറന്ന് ജീവിക്കുന്നവനിൽ ഞാൻ കണ്ട പ്രത്യേകത, അവനിൽ ദൈവമിട്ട ഭാഗ്യം മങ്ങിപ്പോയി. തേച്ച് കഴുകിയാലും ഇനി വെളുക്കാത്ത വിധത്തിൽ അതൊക്കെ മങ്ങി, അതിൻ്റെ കളറ് പോയി. ഇപ്പൊ പ്രായമൊക്കെ ഒത്തിരി കഴിഞ്ഞു. ദൈവം തന്ന സമയവും മനസ്സിലായില്ല, ദൈവം തന്ന അവസരവും പിടികിട്ടിയില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം തന്ന സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്ന അവസരം കളയരുതെന്ന്. ബിസിനസ് ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ, മക്കൾ പഠിച്ചു കയറിപ്പോകാൻ, വേറൊരു രാജ്യത്ത് പോകാൻ, ഒരു ഭാഷ പഠിക്കാൻ, ഇതൊക്കെ ഒരു സമയവും അവസരവുമാണ്. ആ സമയത്തത് ദൈവവിചാരത്തോടെ അധ്വാനിക്കുന്നവൻ രക്ഷപ്പെട്ടു കയറി വരും. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്. വാക്യം വായിക്കുന്നതിന് മുമ്പ് നടാനൊരു കാലം, അന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. നടാനൊരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. അപ്പൊ എല്ലാവരും കേട്ടെ, നടാനൊരു കാലമുണ്ട്. അപ്പൊ നടണം. എല്ലാവരും കേട്ടോ, നടാതെ അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല. പയറ് വേണം, പയറ് നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവൻ പയറിന്റെ വിത്ത് നടണം. എനിക്ക് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വാഴക്കൊലയൊക്കെ വേണം, പയറ് വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവൻ 10 മാസം മുമ്പേ അത് നടാൻ തുടങ്ങണം. 2025 അല്ല, 2025 തീരുമാനിക്കേണ്ടത് 2025 രക്ഷപ്പെടണമെന്ന് 2010 തൊട്ട് തുടങ്ങണം. 2030 ആവുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ 2025 തൊട്ട് വിതയ്ക്കാൻ തുടങ്ങണം, നടാൻ തുടങ്ങണം. എനിക്ക് 2030 ആകുമ്പോഴത്തേക്ക് നല്ല നിലയിലെത്തണം.
അത് 2030 ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് 2025 തൊട്ട് ചിന്തിക്കണം. മിനിമം 2035 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് ഈ കുഴിയിൽ നിന്നൊക്കെ കയറണം. ഒരു 10 വർഷം കഴിയുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ വലുതാകുമ്പോൾ ഇപ്പോഴേ നടാൻ തുടങ്ങണം. ഹല്ലേലൂയ. എല്ലാവരോടും പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യും, 10ാം ക്ലാസ് പരീക്ഷയാകുമ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന. എനിക്ക് മനസ്സിലായി, കതിരയിൽ വളം വച്ചിട്ട് കാര്യമില്ല. നേരത്തെ നടുന്നവനെ അത് ഫലം പറിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ബൈബിൾ ഒരു വാക്കുണ്ട്, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. എന്താ, ഇതെല്ലാം ഒരു വിതയാണ്. ഇപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വിതയാണ്. നിങ്ങളുടെ ഉള്ളിൽ ബോധ്യങ്ങളെ വിതയ്ക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ വിതയ്ക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജീവൻ വിതയ്ക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു വിതയാണ്. ഇവിടെ പാടുന്നയാൾ വിതയ്ക്കുകയാണ്, കൗൺസിലിംഗ് നടത്തുന്ന ആൾ വിതയ്ക്കുകയാണ്, ഓരോ കാര്യങ്ങളും വിതയ്ക്കുകയാണ്. അത് വളരും. ഈ വാക്യം കേട്ടെ, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ധാരാളം കൊയ്യാൻ വേണ്ടി ധാരാളം വിതയ്ക്കണം. അപ്പം നടുന്നവനെ അത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെന്നറിയാമോ, ഞാനിത് പറയാൻ കാരണം, ബൈബിളിൽ എഴുതിയിരിക്കുവാണ് ഓരോന്നിനും ഒരു സമയമുണ്ടെന്ന്. എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്, ഒരു കടലാസാണ്. അതിൽ ഞാൻ തോമസ് എന്നും ജോർജ് എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള ആരുമല്ല. ഈ എഴുതിയ പേര് എനിക്ക് ആരാന്ന് അറിയത്തുമില്ല. ഇതെൻ്റെ മനസ്സിൽ വന്ന 2 പേരാണ്. അതിനുശേഷം അതിൽ 3 ആരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ പേരിൻ്റെ അടുത്തും. ഈ തോമസും ജോർജും എന്നാന്നറിയാമോ, നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ഈ ജൂലൈ മാസം മുതൽ ഇതുപോലൊരു പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതിയിട്ട് 3 ആരോ മാർക്ക് ഇടണം. ഇതുപോലെ 3 ഇട്ടിട്ട് എഴുതണം. ഒന്നാമത്തെ നിയോഗം, നിങ്ങളുടെ മകൻ്റെ പേരെഴുതി മകളുടെ പേരെഴുതിയിട്ട് ദൈവത്തെ മറന്നവർ ജീവിക്കരുത്. 1. 2, അവരുടെ ആഗ്രഹമാ, എനിക്ക് എയർ ഹോസ്റ്റസ് ആകാനാ വലിയ ആഗ്രഹം, എഴുതി വയ്ക്കണം. എൻ്റെ കൊച്ചിന് ഡോക്ടർ ആകാനാണ് നല്ല ആഗ്രഹം. 1ാമത്തെ ആഗ്രഹം, അവർ എത്ര വലിയ ആളായാലും ദൈവത്തെ മറന്നവർ ജീവിക്കരുത്. 1ാമത്തേത്. 2ാമത്തെ, അവരുടെ ജീവിതത്തിൽ അവർ ചെറുപ്പത്തിലേ ചിലപ്പോൾ എനിക്ക് ഡോക്ടർ ആകണമേ, എനിക്ക് എയർ ഹോസ്റ്റസ് ആകണം, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പഠിച്ച് യൂറോപ്പിൽ പോകണമെന്ന ആഗ്രഹം, എനിക്ക് പഠിച്ച് കടലും കരയും കിടന്ന് എനിക്ക് വേറൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ എൻ്റെ ആഗ്രഹം. പറഞ്ഞാൽ പോരാ, എഴുതി വയ്ക്കുവാണ്. അല്ല, ഈ വർഷം നടക്കാനുള്ള കാര്യമല്ല എഴുതിയത്. ഇത് ചിലപ്പോൾ 2032 നടക്കുന്നത്. പക്ഷെ വിതച്ചത് 2025 2025 എൻ്റെ ആഗ്രഹത്തെ ഞാൻ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വിതയ്ക്കുവാണ്. എഴുതി വയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ച്, ബൈബിൾ പറയുക, നീ വിതച്ചാൽ നിനക്ക് കൊയ്യാൻ പറ്റും. നമ്മൾ കൈയും കെട്ടിയിരുന്ന ഒന്നും കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയല്ലെന്ന് മനസ്സിലായി. ഉത്തരത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് കളയണമെന്ന് മനസ്സിലായി. ഇതൊക്കെ സാധാരണ ഭാഷയാണ്. പൊക്കത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് കളയണം. കൈ നനയാതെ മീൻ പിടിക്കാൻ വിചാരിച്ച നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വിധിക്കണം. ബൈബിൾ പറയുന്നു, നടാനൊരു കാലമുണ്ട്, നടാനൊരു കാലമുണ്ട്, നട്ടത് പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. ആൾക്കാർ കൊയ്തെടുക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ പിള്ളേർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു, ഞങ്ങളിങ്ങനെ തകർന്നു കിടക്കുക, ആരോ മന്ത്രവാദം ചെയ്തോണ്ടാ. ഇല്ല, നീ 2025 നട്ടാലേ 2030 ആവുമ്പോൾ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിയോഗങ്ങൾ എഴുതണം. വരുന്ന മാസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. ഞാൻ ഈ വചനത്തിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരുമാകട്ടെ, 10ാം ക്ലാസ്സിൽ 10 മാർക്ക് കൂടുതൽ കിട്ടണം എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. കൊച്ചു പഠിക്കുന്ന 4ാം ക്ലാസ്സിലായിരിക്കും, 3ാം ക്ലാസ്സിലായിരിക്കും, സ്കൂളിൽ പോയിട്ടില്ലായിരിക്കും. പക്ഷെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ എഴുതുക. എന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ മൈക്കിലൂടെ പറയുന്ന ശബ്ദത്തിലൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം പറഞ്ഞു പ്രാർത്ഥിക്കുക. നിങ്ങൾ നട്ടാൽ അതിൻ്റെ ഫലം നിങ്ങൾ പറിച്ചെടുക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കാണും ദൈവം അതിനെ വളർത്തുന്നത്, ദൈവിക ജീവൻ അതിൽ വരുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, പെൺമക്കളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ വിവാഹം നടക്കുന്നത്,
അവർക്ക് നല്ല ജീവിതം ഉണ്ടാകുന്നത്? അല്ല, ഇപ്പോഴേ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ധാരാളം വിതയ്ക്കുമ്പോഴേ ധാരാളം കൊയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചില സ്വപ്നങ്ങളില്ലേ, ചില ആളുകളുടെ സ്വപ്നമുണ്ട്, ഞങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലേക്കാണ് എൻ്റെ മകൾ പോയത്, ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവളുടെ ഇഷ്ടത്തെ, പക്ഷെ എന്നാ ചെയ്യാനാ, ആ വേദന ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് പറയും, വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറുതെ ആയില്ല എന്ന് ഒരു നാളിൽ നിങ്ങൾ വിളിച്ചു പറയും. വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും ഫലമില്ലെന്ന് ആരും പറയത്തില്ല, ആരും പറയത്തില്ല. നീ വിതയ്ക്കുന്നത് കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ബൈബിൾ എടുത്ത് വായിച്ചേ 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. എന്തിനെങ്ങനെ പറയുന്നറിയാമോ? നമ്മളിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലേക്ക് നമ്മുടെ തലമുറയെ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ തുടങ്ങും, കയറ്റിക്കൊണ്ടുവരാൻ തുടങ്ങും, ആ അനുഗ്രഹത്തിന്റെ തീരത്തിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചോ, നമുക്ക് 2030 ഉണ്ട്, 2031 ഉണ്ട്, 2028 ഉണ്ട്, 27, 26 എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. 2028 ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ കുഴിയിൽ നിന്ന് കയറി കുറച്ചുകൂടെ റോഡ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു 10 സെന്റ് ഭൂമി മേടിക്കണം. അത് 2028 വിത്തിട്ടാ പോരാ, ഇന്നേ പ്രാർത്ഥിക്കണം, ദൈവമേ 2028 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റോഡിന്റെ ഇറമ്പിൽ വണ്ടിയൊക്കെ പോകുന്ന സൗകര്യം 10 സെന്റ് ഭൂമി, ഒരു വീടും വേണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇന്നേ പ്രാർത്ഥിക്കണം. ഒരു അപ്പനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നമാണ്, വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊന്നുമില്ല. പശുവിന് കൊണ്ടുപോകുന്ന ഓക്ക പിണ്ണാക്കൊക്കെ കൊണ്ടുവരും. ഗ്യാസ് കുറ്റിയൊക്കെ വരുന്നത് കണ്ടാൽ ശത്രു പോലും കരഞ്ഞു പോകും. ഗ്യാസ് കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുക, ഉരുട്ടി നീർത്തി വെച്ച് 2 പേർക്ക് നടുവയ്യ, വഴിയില്ല, അപ്പുറത്തെ ആൾക്കാർ സ്ഥലം കൊടുക്കത്തില്ല. ഗ്യാസ് കുറ്റി ഉരുട്ടി കൊണ്ടുപോവുക. ഗ്യാസ് കുറ്റി വീട്ടിലെത്തുമ്പം മണ്ണ് കൊണ്ട് കുഴഞ്ഞിരിക്കും, പിന്നെ കഴുകണം. ഒരു വീട്ടിൽ ഗ്യാസ് കുറ്റി, ഒരാൾക്ക് നടുവയ്യ, വേറൊരാൾക്ക് ഹാർട്ടിന് പ്രശ്നം, 2 പേർക്കും ആരോഗ്യമില്ല. ഇത് കണ്ട വീട്ടിലെ മകൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു നല്ല ജോലി, ഒരു ജോലിയായിട്ട് വേണം. എൻ്റെ അപ്പനും അമ്മയുടെ ഈ ഗ്യാസ് കുറ്റി ഒന്ന് ഈ ഓട്ടോറിക്ഷയ്ക്ക് അവിടെ ഇറക്കിയേച്ച് അത് ഇറക്കിക്കൊണ്ടുവരാനും പറ്റത്തില്ല. ഈ മണ്ണിൽ കൂടെ ഉരുട്ടി വീട്ടിൽ കൂടെ കൊണ്ടുവരുന്ന അവസ്ഥ. എനിക്കൊരു 2000 ആ ആഗ്രഹത്തിൻ്റെ വിത്ത പ്രാർത്ഥനയിലിട്ടത് 2024 ആയപ്പോൾ അത് അനുഗ്രഹമായി വെളിപ്പെട്ടു. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിതയ്ക്കുന്നത് അനുഗ്രഹമായത് കൊയ്തെടുക്കും. പഞ്ചായത്തിൽ ഇരുന്നോണ്ടോ, ടൗണിലെ ബാർബർ ഷോപ്പിൽ ഇരുന്നോണ്ടോ, ഹോട്ടലിൽ ഇരുന്നോണ്ടോ അല്ല വിതയ്ക്കുന്നത്. പ്രാർത്ഥനയുള്ള ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് വിതച്ചാൽ ബൈബിൾ പറയുന്നു, നട്ടത് പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, നടാൻ ഒരു കാലമുണ്ട്, അത് പറിച്ചെടുക്കാൻ, വായിച്ചേ, നടാനൊരു കാലം, നട്ടത് പറിച്ചെടുക്കാൻ, അതിലുണ്ടായ ഫലം പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ജൂലൈ മാസം മുതൽ ഇങ്ങനെയാ ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ തൊട്ടു പുറകെ വരുന്ന തലമുറ രക്ഷപ്പെട്ടാലേ, അനുഗ്രഹത്തിലേക്ക് വന്നാലേ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ. ഒരാളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഒരാളും നശിച്ചു പോകാതിരിക്കാൻ, എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് കൃത്യമായി അവരെത്താൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ പേരൊക്കെ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്, അത് അക്കമിട്ട് ഓർത്തേ. എൻ്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ച് ഇന്നതാ സ്വപ്നങ്ങൾ. അതിന്ന് തൊട്ട് വിത്തിടുന്ന പോലെ, ഒരു കർഷകൻ മണ്ണിൽ വിത്തിടുന്നത് പോലെ പ്രാർത്ഥനയിൽ അത് ഇടുകയാണ്. അതിൽ വെള്ളവും കാലാവസ്ഥ അനുകൂലമായൊക്കെ വരുമ്പോ അത് മുളച്ചു വരുന്നത് പോലെ ആ പ്രാർത്ഥിച്ച കാര്യത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം അതിനെ വളർത്താൻ തുടങ്ങും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചടത്തേക്ക് നീ എത്താൻ തുടങ്ങും. ഈ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിതയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. വിതയ്ക്കുന്ന സമയത്ത് വരണ്ട ഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണ് പോലെ ആകുന്ന ബൈബിൾ പറയുന്ന ആ വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവും ആയി മാറുകയും. എന്ത് ഫലപുഷ്ടിയുള്ള വയലാകും?
മരുഭൂമി ഇതുപോലെയുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. മരുഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണ് പോലെ, സ്ഥലം പോലെ ആകുന്ന പോലെ ഇന്ന് ആഗ്രഹത്തിന്റെ വിത്തിട്ട് പ്രാർത്ഥിച്ചാൽ, കർഷകനെ പോലെ പ്രാർത്ഥിച്ചാൽ, അതുപോലൊക്കെ ചെയ്താൽ, ആത്മാവിൽ ചെയ്താൽ, മരുഭൂമി പോലെ ഉണങ്ങി വരേണ്ട അവസ്ഥയെന്ന് മാറി അത് ഫലപുഷ്ടിയുള്ള ഒരു ഭൂമി പോലെ ആകുമെന്ന്. ഈ വാക്യം കൂടെ വായിച്ച് 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. സത്യം ഇതാണ്. സത്യം, ശ്രദ്ധിച്ചു കേട്ടോ, സത്യം ഇതാണ്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ചിലര് പറയുന്നു എനിക്ക് 2025 ഒന്നും എത്താൻ പറ്റിയില്ല. അന്നേരം അല്പമേ വിതച്ചുള്ളൂ. ഇന്ന് ധാരാളം വിതയ്ക്ക്. 3-4 നിയോഗങ്ങൾ എഴുതി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ധാരാളം വിതയ്ക്ക്. അന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് കൊണ്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ അല്പമേ വിതച്ചുള്ളൂ. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ, ബൈബിൾ പറയുവോ, ധാരാളം കൊയ്യും. എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാകാം, കുടുംബത്തിന് വേണ്ടിയാകാം. എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇത് ദൈവത്തിന്റെ ഒരു ക്ഷണമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയാണ്. ഒരിക്കൽ കൂടി കേട്ടെ, ചില കാര്യങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന്. അടുത്ത മാസം പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുന്നു. കുറച്ച് വിതയ്ക്കല്ല്, ധാരാളം വിതയ്ക്ക്. അതിന് വെള്ളവും വളവും കൊടുക്കുന്ന പോലെ പ്രാർത്ഥന കൊടുക്ക്. ഈ ആലയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജൂലൈ മുതൽ തീരുമാനമെടുക്കുക. ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഓർക്കുക. ഞങ്ങൾ തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥിക്കുന്നത് 2026 ആകുമ്പോൾ സാക്ഷ്യം പറയൂന്ന് പറയാനല്ല. ചിലപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുന്നത് 2028 ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ സാക്ഷ്യം പറയുന്നത് 2030 ആകുമ്പോഴായിരിക്കും. പക്ഷെ ഇന്നേ നടുകയാണ്. നട്ടപാടെ ഫലം കായ്ക്കത്തില്ല. അത് വളരാനൊരു സമയമുണ്ട്, അത് ഫലം കായ്ക്കാൻ ഒരു സമയമുണ്ട്, അത് പറിച്ചെടുക്കേണ്ട ഒരു സമയമുണ്ട്. ഓരോന്നിനും ഒരു സമയമുണ്ട്. ഇപ്പോൾ നടാനുള്ള സമയമാണ്. ഇത് ദൈവാത്മാവിന്റെ പ്രചോദനം അനുസരിച്ചാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ണുകളെ അടച്ച് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജൂലൈ മാസം മുതൽ അനുഗ്രഹ ആലയം ചെയ്യുന്നത് 2 നിയോഗ പ്രാർത്ഥനകളുടെ പെട്ടികൾ ഈ മധുബഹയിൽ വയ്ക്കും. 2 പ്രാർത്ഥനകൾ. അത് നിങ്ങളുടെ നിയോഗം ഇന്നു മുതൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമാം വയ്ക്കുകയാണ്. അത് പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് ഏൽപ്പിക്കുവാൻ. എന്നറിയാമോ, ആ വിഷയം ഇവിടെ ഏൽപ്പിച്ച് നിങ്ങൾ ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾ എന്താണോ എഴുതി വെച്ചത് അതെല്ലാ ദിവസവും വീട്ടിൽ ദൈവത്തിന്റെ വചനം പ്രാർത്ഥിച്ചു പറയണം. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പലരും ചോദിക്കും, എന്തിനാ മമ്മി ഇതുപോലെ പ്രാർത്ഥിക്കുന്നത്? പണ്ട് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ പോരെ, ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പറഞ്ഞു പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു വിശ്വാസം പറയട്ടെ, വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാ അനുഗ്രഹത്തിന്റെ വാതിലും തുറന്നു കൊടുത്തിട്ടുള്ളത്. അനുഗ്രഹത്തിന്റെ വാതിലും തുറന്നു കൊടുത്തിട്ടുള്ളത്. പൗലോസും ശീലാസും വാ അടച്ചിരുന്നപ്പോഴല്ല വാതിൽ തുറന്നത്. പൗലോസും ശീലാസും അധരങ്ങളെ തുറന്ന് കീർത്തനം പാടിയപ്പോൾ, ആരാധിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ വാതിലിനെ ദൈവം തുറന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച്, അഴയിത്തവരെ, എന്നെ വിളിച്ചവരെ, കർത്താവേ ഞങ്ങളെ വിളിച്ചവരെ എന്ന് പ്രാർത്ഥിക്കുവാണ്. അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് നന്ദി. എല്ലാ കണ്ണുകളും അടച്ച് പാടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ. ഒന്ന് പാടുന്നതിന് മുമ്പ് നട്ടേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആണ്ടിലൊരിക്കലല്ല നട്ടേച്ച് പിന്നെ ആ പഞ്ചായത്തിൽ പോലും കാണാതെ ഇരുന്ന കാര്യമില്ല. നട്ടേച്ച് ദിവസവും അതിനെ പരിപാലിക്കണം, ദിവസവും അത് ഓർക്കണം. വെള്ളവും വളവും വേണ്ട സമയത്ത് കൊടുത്തോണ്ടിരിക്കണം, ആവശ്യ സമയത്ത് കെയറിങ് കൊടുത്തോണ്ടിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ജീവൻ വരികയും അതിനെ ദൈവം വളർത്താൻ തുടങ്ങുന്നതും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അതിനെ ഏറ്റെടുക്കുന്നത്
ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അതിനെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അതിനെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിലോർത്ത് അധരങ്ങളെ തുറന്ന് ഈ വചനം പറഞ്ഞ്, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും, അല്പം വിതയ്ക്കുന്നവൻ അല്പമേ കൊയ്യത്തുള്ളൂ. അല്പം വിതയ്ക്കുകയല്ല, ധാരാളം വിതയ്ക്കുന്നു. വിശ്വാസത്തിൽ അത് വിതയ്ക്കുന്നു, ആത്മാവിൽ അത് വിതയ്ക്കുന്നു, ആരാധനയിൽ അത് വിതയ്ക്കുന്നു, വചനത്തോട് ചേർന്ന് വിതയ്ക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. In Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, അഴൈത്തവരേ എന്നോളിയത്തിൻ ആധാരമേ. വിളിച്ചവനെ നാം വിളിച്ചവരേ എന്നേലയുടെ ആധാരമേ. അഴൈത്തവരേ എന്നോഴിയത്തിൽ ആഹാരമേ. എത്തனை നിന്നകൾ എത്തனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நின்னகள் எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டினா உண்மையாய் ஓடிடுவே. உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டினா உண்மையாய் ஓடுவே. അതുകൊണ്ട് அழைத்தவரே എന്നോളിയത്തിൻ ആധാരമേ. എത്തனை നിന്നകൾ എത്തனை தேவകൾ என சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நின்னகள் எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, എത്തനെ നിന്നകൾ, എത്രയോ നിന്നകൾ എന്നെ ശൂല നിന്നാലും എന്നെ ചുറ്റി നിന്നാലും ഞാൻ ഉമ്മയെ പാർക്കിன்றേ. ഞാൻ നിന്നെ നോക്കിയിരിക്കും. ഞാൻ നിന്റെ നിന്ന് മിഴി മാറ്റുകയില്ല. ഇവിടെ ഇന്നലെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ പറയുവാണ്, എൻ്റെ വീട്ടിൽ 4 മുറിയുണ്ട്. 4 മുറിയിലും മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ വെക്കണം. ഇന്നലെ ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ തലയണ നനഞ്ഞു കിടക്കുകയായിരുന്നു. കൃത്യം അവിടെയാണ് വെള്ളം വീണത്. എനിക്ക് നനയാത്തൊരു വീട് സ്വപ്നമാണ്. ഒരു കുഞ്ഞു റോട്ടിലൂടെ ഞാൻ ബസ്സിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ഓർക്കും, ഇതുപോലത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, അവരുടെ ആ വീടിൻ്റെ ചുറ്റും കെട്ടിയ മതിലിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു വീട് പണിയായിരുന്നല്ലോ. വീടിനെ കുറിച്ചുള്ള സ്വപ്നം 2027 ആകുമ്പോൾ, 2028 ആകുമ്പോൾ ഒരു വീട് വേണമെങ്കിൽ ഇന്ന് തന്നെ ആ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വിത്തുകളെ ദൈവ സാന്നിധ്യത്തിൽ നടുക. നീ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഇന്നതുപോലെ ഒരു ഭാഗ്യവും ഭാവിയും ഉണ്ടായിരുന്നെങ്കിൽ അത് 2032 ചിലപ്പോൾ നടക്കുക. പക്ഷെ ഇന്നേ നീ അതിൻ്റെ വിത്തിടണം. നിന്റെ നിന്ദകളെ ദൈവം മാറ്റും. നിന്റെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും. ഈ വാക്യം ഓർത്തേ. എന്താണോ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നട്ടു പ്രാർത്ഥിക്കുന്നത്, അത് ദൈവം അതിനെ അനുഗ്രഹിച്ച് വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കുമ്പോൾ അതിനെ ദൈവം വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും.
നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ജീവൻ അതിൽ വരുന്നത് നീ അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ദൈവമേ, എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവർക്ക് ചെറിയ പ്രായമാ, സാരമില്ല, അവർക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവരുടെ 22 വയസ്സാകുമ്പോൾ ദൈവം അവർക്ക് ഇന്ന നിലയിൽ അവരെത്തണം. അവരെക്കുറിച്ച് എനിക്ക് സമൂഹത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം. എനിക്ക് അവരെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റണം. എൻ്റെ മക്കളിലൂടെ എൻ്റെ ശിരസ് ഉയരാനിടയാകണം. പള്ളിയിലായാലും പഞ്ചായത്തിലായാലും നാട്ടിലായാലും ദേശത്തിലായാലും കല്യാണത്തിന് പോയാലും മാമോദിസയ്ക്ക് പോലും പെരുന്നാളിന് പോലും എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് പുറത്തിറങ്ങുന്നില്ല. അവർ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു. അവർ വിഷമിച്ച് തല താഴ്ത്തിയിരിക്കുന്നു. ആഘോഷങ്ങൾക്ക് പോകില്ല, പള്ളിയിൽ പോകത്തില്ല, കല്യാണത്തിന് പോകത്തില്ല. മക്കളെ കുറിച്ച് ഓർത്തുള്ള ലജ്ജ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. മക്കൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, മകനാ മകളാ പറഞ്ഞിട്ട് കാര്യം, മരിച്ചാൽ നല്ലതായിരുന്നു എന്ന് ചില സമയത്ത് ചിന്തിച്ചു പോയവരുണ്ട്. എന്തിനാ ദൈവമേ ഇങ്ങനത്തെ മക്കൾ എനിക്കുണ്ടായത്? അങ്ങനെയൊന്നും ആർക്കും ലജ്ജിക്കേണ്ടി വരില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ലെന്നൊരു കുഞ്ഞു പോലും പറയാൻ ഇടയാകില്ല. പ്രാർത്ഥിച്ചതിൽ ദൈവത്തിന്റെ ജീവൻ വരാൻ തുടങ്ങും. ദൈവം അതിനെ വളർത്താൻ തുടങ്ങും. അതിന്മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് ശ്രദ്ധിച്ചേ. നമ്മുടെ വീട്ടിൽ ചില ആളുകൾ അതിഥികളായി വരും. അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ വിവാഹ വാർഷികമായിരിക്കും, ചിലപ്പോൾ ജന്മദിനമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ സമ്മാനങ്ങളുമായി ആ വാഹനത്തിൽ നിന്നിറങ്ങി ആ വാഹനത്തിന്റെ മുൻ സീറ്റിലോ പുറകു സീറ്റിലോ ഇരിക്കുന്ന ഒരു സമ്മാന പൊതിയുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മുടെ കയ്യിൽ വെച്ചു തരും. ഇതുപോലെ ദൈവം സമ്മാനങ്ങളുമായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇതുപോലെ ഒരു സമ്മാനവുമായി ദൈവം എൻ്റെ വീട്ടിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇതുപോലെ ഒരു സമ്മാനവുമായി ദൈവം എൻ്റെ ഭവനത്തിൽ, എൻ്റെ തലമുറയിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇത് വിശ്വാസത്തിൽ കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്ത് സമ്മാനം മേടിച്ച് പൊതിഞ്ഞ് കവർ ചെയ്ത് അത് വാഹനത്തിൽ വെച്ച് മുറ്റത്തേക്ക് വന്ന് ആ കാറിൽ നിന്ന് ആ സമ്മാനം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ അത് സാധാരണ 1000 രൂപയുടെ ആണെങ്കിൽ പോലും എന്തൊരു സന്തോഷമാണ്. ദൈവം അനുഗ്രഹങ്ങളുമായി നിന്നെ സന്ദർശിക്കും. ദൈവം അനുഗ്രഹങ്ങളും സമ്മാനങ്ങളുമായി നിന്റെ മക്കളെ സന്ദർശിക്കും. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എത്രയോ നിന്ദകൾ, எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கிறேன். எத்தனை நிந்தைகள், எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கிறேன். ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா உண்மையாய் ஓடுகிறே. உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா ഉന്മയായി ഓടു. അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ, വിളിച്ചവരെ വിളിച്ചവരെ എന്നേലയുടെ വിളിച്ചവരെ വിളിച്ചവരെ എന്നേലയുടെ ആഹാരമേ. വിതയ്ക്കാൻ ഒരു കാലം, അത് പറിച്ചെടുക്കാൻ മറ്റൊരു കാലം. ഓരോന്നിനും ഒരു സമയമുണ്ട്. ദൈവം വച്ചൊരു ടൈമുണ്ട്. അന്നേരം ഉഴപ്പിക്കളയല്ല. അന്നേരം കൂട്ടുകൂടിയും കള്ളു കുടിച്ചും ഉഴപ്പിയും അത് കളയല്ല. പിന്നെ അത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിയാതെ വരും. പക്ഷെ അല്ല, നടേണ്ട സമയത്ത് നടുന്നെങ്കിൽ
അതിന്റെ ഫലം നീ പറിച്ചെടുക്കും. വാക്യം ഓർക്കി കൂടി ഓർമ്മിക്കുക. ധാരാളം വിതയ്ക്കുന്നവൻ പറഞ്ഞ് ധാരാളം കൊയ്യും. കൊയ്യുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. 2020 വിതച്ചതാ ചില പ്രിയപ്പെട്ടവർ 2025 കൊയ്തുകൊണ്ടിരിക്കുന്നത്. വിതച്ച് ഉടനെ ഫലമുണ്ടാകത്തില്ല. എനിക്ക് പെട്ടെന്ന് പരീക്ഷ ജയിക്കണം, ആ ജോലി കിട്ടണം, ഇപ്പൊ വിതച്ചാ പോരാ. നേരത്തെ വിതച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ നട്ട് പ്രാർത്ഥിക്കുവാണ്. ഒരു നിമിഷം ഒന്ന് ഇരിക്കാമോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായോണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത്. എനിക്കിത് പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഒരു വാക്യം വായിക്കുവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 3-4 വാക്യങ്ങൾ. ഇങ്ങനെ വിതച്ചാൽ ഒരു ഗുണമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ധാരാളം വിതയ്ക്കുന്നു, ധാരാളം കൊയ്യും. അടുത്ത വാക്യം വായിച്ചു. ഭൂമിയിൽ ധാരാളം വിതച്ചാൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ദൈവം അതിലേക്ക് ഒഴുക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക. ഉദാഹരണം, ഇന്ന വ്യക്തിക്ക് എയർ ഹോസ്റ്റസ് ആകാനാണ് ഭയങ്കര ആഗ്രഹം. ആ കൊച്ചിപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോഴേ എന്തിനാ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ എല്ലാവരും ചിരിക്കും. പക്ഷെ ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ആഗ്രഹത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഭവം നടക്കും. ദൈവം അതിലേക്ക് അനുഗ്രഹത്തിൻ്റെ അരുവിയെ ഒഴുക്കി അതിനെ പതുക്കെ വളർത്താൻ തുടങ്ങും. ഉണക്കാനല്ല, വളർത്താൻ തുടങ്ങും. എഴുതി വെക്കണം. അമ്മമാരാകാം, അപ്പച്ചന്മാരാകാം, നിങ്ങളുടെ മക്കള് അവരുടെ മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം. പ്രാർത്ഥിക്കണം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഇനി അടുത്ത വാക്യമാണ്. നിന്റെ സന്തതികളുടെ മേൽ നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തൊക്കെ ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കാൻ തുടങ്ങും. അതിൽ ദൈവിക ജീവൻ കിട്ടി വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ഏറ്റവും നേരത്തെ തുടങ്ങണം. ഇത് മനസ്സിൽ വച്ചാൽ പോരാ കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥിക്കാനിരിക്കുന്ന മിനിമം ആ മുറിക്കകത്ത് കയറി ആ കേൾക്കുന്ന വിധത്തിലെങ്കിലും പറയണം. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ചെവിയിൽ ഇത് കേൾക്കണം. അത് ചെവിയിലൂടെ കേട്ട് ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും. എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻജിൻ വർക്കാവും. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് പ്രവർത്തിച്ച് ദൈവം ആ റൂട്ടിൽ അവരെ കൊണ്ടുവന്ന് എന്താണോ പ്രാർത്ഥിച്ചത് അതിലേക്ക് തന്നെ ദൈവം അവരെ കൈപിടിച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ചിലപ്പോൾ 2028 29 30 32 അതറിയാൻ പാടില്ല. പക്ഷെ ധാരാളം കൊയ്തിരിക്കും. ഹല്ലേലൂയ. അതാ എഴുതിയിരിക്കും. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ അങ്ങനെ വർഷിക്കാൻ തുടങ്ങിയാൽ 4ാമത്തെ വാക്യം മറന്നു പോകല്. അവിടെ അടുത്തെഴുതിയിട്ടുണ്ട്. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. അവർ വളരാൻ തുടങ്ങും. ചുമ്മാതാണോ ഇത് പറഞ്ഞത്? ഇത് പൊട്ടക്കണ്ണന്റെ മാവിലേറ് പോലെയുള്ള അഭ്യാസമല്ല ഇത്. ഞാനിത് ശരിക്കും കുറച്ച് ദിവസം ഇരുന്നത് ആലോചിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചിട്ട് എഴുതി കുറിച്ച് കൊണ്ടുവന്നതാ. എഴുതിയിരിക്കുവാണ്. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് നിൽക്കുന്ന അലരികളും പോലെ അവർ തഴച്ചു വളരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും. ആമേൻ. ബൈബിൾ പറഞ്ഞ സത്യമാണ്. ധാരാളം വിതയ്ക്കാൻ തുടങ്ങുമ്പോൾ ധാരാളം കൊയ്യാനും തുടങ്ങും. ഇന്നു മുതൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. ഇതൊരു നിയോഗമാണ്. ആരും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആരും നിർബന്ധിച്ചത് കൊണ്ട് ഇത് ചെയ്യണമെന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുക. എന്താഗ്രഹമുണ്ടോ അത് വിതച്ചോണം. എന്താഗ്രഹമുണ്ട്? നല്ലൊരു വീട് ആഗ്രഹമുള്ളവൻ അത് വിതച്ചോണം. എനിക്ക് നല്ലൊരു ബിസിനസ്സുകാരനാ, അത് വിതയ്ക്കണം. ദൈവം നിന്നെ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരും. എനിക്കൊരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നിൽക്കാനോ ഒന്നും അറിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, എവിടെയും ആയിരുന്നില്ല. ഒരു ക്ലാസ്സിൻ്റെ ലീഡറായ ഒരാളോ ഒരു എന്തിൻ്റെയെങ്കിലും കാര്യത്തിൽ ഒരു സമ്മാനം കിട്ടിയ ഒരാളോ ഒന്നും ആയിരുന്നില്ല.
ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു സമയത്ത് ഞാൻ വിതച്ച വിത്താണ്. എനിക്കിതുപോലൊന്നും ആകണം, എനിക്കിതുപോലെ വചനങ്ങളെ പറയണം, അനേകരുടെ ജീവിതങ്ങളെ വചനങ്ങൾ കൊടുക്കാൻ ഞാൻ എന്തു വിതച്ചോ അതാണ് ഞാൻ ഇന്ന് കൊയ്യുന്നത്. അതാണ് കൊയ്യാൻ പറ്റിയത്. വിതയ്ക്കുന്നത് കൊയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആകണമെന്നില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, വണ്ടിയൊന്നും ഇല്ലാത്ത, വാഹനമില്ല, കയ്യിൽ ഒറ്റ വാഹനം പോലും ഇല്ല, ഒരു സൈക്കിള് പോലും ഇല്ല. അപ്പൊ പറയുവാണേ, അവന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നിലധികം വാഹനങ്ങൾ മേടിക്കും, ഒന്നിലധികം വാഹനങ്ങൾ നിന്റെ കയ്യിൽ വരും. പുള്ളി ചിരിച്ചു. ഒന്നിലധികം വാഹനമോ? സൈക്കിള് പോലും ഇല്ലാത്ത എൻ്റെ കയ്യിൽ ഒന്നിലധികം വാഹനമോ? അല്ല, നിന്റെ കൈ ഒന്നിലധികം വാഹനങ്ങൾ നീ മേടിക്കും. ഇന്ന് ആ വ്യക്തിക്ക് ഒന്നിലധികം വാഹനമുണ്ട്. ആ വീട്ടിൽ വാഹനം നിർത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് വേറൊരു വീട്ടിലാ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ഇന്ന് വീടിന്റെ മേശയിൽ ഓരോ വാഹനത്തിന്റെയും കീച്ചേരിപ്പുണ്ട്, താക്കോലുകൾ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ആലോചിക്കും, ഏത് വണ്ടിക്കാ പോകേണ്ടത്. താക്കോലെടുത്ത് നോക്കും, ഈ വണ്ടി എടുക്കണോ വേണ്ട, ഈ വണ്ടിക്ക് പോയാൽ അത് വെക്കും, എന്നാ ഈ വണ്ടിക്ക് പോകാം. ഇന്ന് ഒന്നിലധികം. അത് നേരത്തെ പറഞ്ഞതാണ്, തിങ്കളാഴ്ച പറഞ്ഞിട്ട് ചൊവ്വാഴ്ച മേടിച്ചതല്ല. ചില സമയത്ത് ദൈവം നിന്നോട് സംസാരിക്കും, അത് നിന്നിൽ ശക്തമായി വളരും. നോക്കൂ, നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ ദൈവിക ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഒരു വിത്തിടുന്ന പോലെ തന്നെ എനിക്ക് പയർ വേണമെങ്കിൽ ഞാൻ പയർ നടണം, എനിക്ക് തേങ്ങ വേണമെങ്കിൽ ഞാൻ തെങ്ങും തൈ നടണം, എനിക്ക് ഏലക്ക വേണമെങ്കിൽ ഏലം നടണം, എനിക്ക് റബ്ബർ തൈ നടണം. ഞാൻ എന്ത് നടുന്നോ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. എന്ത് നട് എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ, കവുങ്ങിൻ്റെ, ഏലത്തിൻ്റെ, കാപ്പിയുടെയും തേയിലയുടെ കാര്യം മാത്രമല്ല. നിനക്ക് അനുഗ്രഹമുള്ളൊരു ഭാവിയാണോ വേണ്ടത്? അത് ഇന്നേ നടണം, ഇന്നേ നട്ടുവെക്കുവാണ്. പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിൽ അത് നട്ടാൽ ഉറപ്പായിട്ടും അത് വളരാൻ തുടങ്ങും. താഴോട്ടൊക്കെ ചെല്ലുമ്പോഴേ അതിൽ എണ്ണ ഒഴിക്കാനൊന്നും പൈസ ഇല്ലേലും, ഒരെണ്ണ മേടിക്കാനുള്ള പൈസ ഇല്ലേലും, നിങ്ങൾ ആ താഴെ നിന്ന് ആ കൽക്കുരിശിൽ വിരൽ കൊണ്ടൊന്ന് എഴുതി വെക്കുക, ദൈവമേ എൻ്റെ മകൻ അവൻ നല്ലൊരു ഭാവി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോഴും അതൊന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് വന്നത്, അന്നേരം ഒന്ന് പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിച്ചത് നിനക്ക് നഷ്ടമായില്ല എന്ന് ചിലപ്പോ ഞാൻ കേട്ടില്ലേലും ആരേലും അത് കേൾക്കും. ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല, പക്ഷെ വേറൊരാളായിരിക്കും ഇവിടെ ഉള്ളത്. ചിലപ്പോൾ നിങ്ങളത് പറയുന്നത് പലരും കേൾക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ആരാധിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നഷ്ടമായില്ല എന്ന് പറയാൻ ഇടവരില്ല. ഓരോന്നിനും ഒരു സമയമുണ്ട്. ബൈബിൾ എഴുതിയിട്ടുള്ള വാക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും. 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരുകളും പോലെ അവർ തഴച്ചു. ആര്? നിങ്ങളുടെ മക്കൾ തഴച്ചു വളരും, ഉണങ്ങിപ്പോകത്തില്ല. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ കൊണ്ടേ കുഴി ചാടിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്, നോട്ടമിടുന്നവരുണ്ട്. ഓരോ അമ്മ അവർ എൻ്റെ മകനെ പതുക്കെ കുടിപ്പിക്കാൻ തുടങ്ങുന്നു, വലിപ്പിക്കാൻ തുടങ്ങുന്നു, ചവയ്ക്കാനിട്ട് കൊടുക്കുന്നു, പല കള്ളത്തരങ്ങളും പഠിപ്പിച്ച് എൻ്റെ മകനിപ്പോൾ ആകെ പ്രശ്നമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന് കൂട്ടുകാർ പറയുന്നതാ വലുത്, ഞങ്ങളോടൊക്കെ ഭയങ്കര കലിയാ, ദേഷ്യവാ. നോക്കൂ, സമൂഹത്തിൽ ആരെയും കുറ്റപ്പെടുത്തുവല്ല, ലോകം അങ്ങനെയാണ്. ചിലപ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മകളെ ചില പ്രേമ കുടുക്കിൽ കൊണ്ടുപോയി കുടുക്കിയിടാൻ പണിയെടുക്കുന്നവരുണ്ട്. നമ്മളതൊന്നും അറിയത്തില്ല. നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയവും കാലവും ഒക്കെ അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ വിഷമവും നീറ്റിലും പുകച്ചിലും മാത്രം. ഇന്നേ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്, എൻ്റെ മകനെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്. അത് ദൈവസന്നിധിയിൽ ഞങ്ങൾ നട്ടിരിക്കുവാണ്. അവർ ദൈവത്തിൽ മറന്ന് ജീവിക്കരുത്. അവർക്ക് നല്ല ബന്ധമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു ഉഴപ്പിയും അവർ പോകാൻ പാടില്ല. നീ വിതച്ചത് നീ കൊയ്തിരിക്കും. അവർ നദീതീരത്ത് നട്ട ചെടികൾ പോലെ എങ്ങനെ വളരും? തഴച്ചു വളരും. ഒരിക്കൽ കൂടി കേട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നറിയാമോ, ഞാൻ വിശ്വസിക്കുവാണ്, നമ്മുടെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ കേക്ക് കൊണ്ടുതരുന്ന പോലെ, ഇതാ ഞാൻ നല്ലൊരു കേക്കായിരിക്കട്ടെ, അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരുന്ന പോലെ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്ദർശിക്കുന്നത് പോലെ സമ്മാനങ്ങളുമായി
നമ്മെ സന്ദർശിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വീടുകളിൽ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഉണ്ടോ? യാക്കോബ് ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിൻ്റെ സൈഡിൽ ഒരു 50 രൂപയുടെ തലയണ പോലും മേടിക്കാൻ കാശില്ലാതെ തല വച്ച് കിടന്നപ്പോൾ, കല്ലേൽ തലയണ വെച്ച് കിടന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു ഒരു കോവണി കൂടെ സമ്മാനങ്ങളുമായി. ആ യാക്കോബിന്റെ സ്ഥിതി മൊത്തത്തിൽ മാറി. പിന്നെ യാക്കോബിന്റെ അവിടെ എഴുതിയിരിക്കുന്ന യാക്കോബിന്റെ സമ്പത്തെന്ന് എഴുതി ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാ. യാക്കോബിന്റെ സമ്പത്തെന്ന്. ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് വക്കി കിടന്നവനാണ്, ഒരു കൂര പോലും ഇല്ലാതെ. ദൈവത്തിൻ്റെ ദൂതന്മാർ സമ്മാനങ്ങളുമായി സന്ദർശിക്കട്ടെ. അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയുള്ള പ്രാർത്ഥനയും വചനം കേൾക്കുമ്പോൾ, പ്രിയരെ, നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്ദർശിക്കും. ചുമ്മാതെയല്ല, സമ്മാനങ്ങളുമായി. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പോവാ. കുറച്ചു സമയം നമ്മൾ കേട്ടില്ലേ? ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്കോ വിവാഹ വാർഷികത്തിനോ ജൂബിലിക്കോ ഒക്കെ ചിലർ കടകളിൽ പോയി ഡ്രസ്സ് എടുക്കും, കേക്ക് മേടിക്കും, സ്വീറ്റ്സ് മേടിച്ച് നമ്മുടെ കരങ്ങളിൽ 2 കൈ കൊണ്ടും സന്തോഷമുള്ള ചിരിച്ച മുഖത്തോടെ ചില സമ്മാനങ്ങൾ തരാൻ എന്നെ സന്ദർശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ തകർന്നിരിക്കുന്ന നിന്നെ സന്ദർശിക്കും. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് കുറെ കൂടെ നിനക്ക് വേദനയുള്ള ഭാഗത്ത് ഒരടി കൂടെ തരാനല്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മളെ ചിലർ സന്ദർശിക്കുന്നത് നിനക്ക് വേദനിക്കുന്ന സ്ഥലത്ത് ഒരടി കൂടെ തരാനാണ്. ചില ആളുകൾ നമ്മളെ ഫോൺ വിളിക്കുന്നതേ, നിന്നെ എവിടെ അടിച്ചാലാ വേദനിക്കാന്ന് പലർക്കും നന്നായിട്ടറിയാം. നിനക്കിട്ട് എവിടെ തല്ലിയാലാ വേദനിക്കുന്നു ചില ശത്രുക്കൾക്കറിയാം. നീ വേദനിക്കുന്നിടത്ത് അവർ വീണ്ടും വീണ്ടും തല്ലും. എന്നാൽ